ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും രാത്രിത്തെ ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അരിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് അരിപ്പത്തിരിയുടെ റെസിപ്പി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ വെള്ളമാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇതേ അളവിൽ തന്നെയാണ് നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഒന്ന് കമ്മിയാക്കിയിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. പൊടി ചേർത്തിട്ട് നമ്മൾ കട്ട കുത്താതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓരോ അരിപ്പൊടിക്ക് ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പാക്കറ്റ് അരിപ്പൊടി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിലത്തെ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് അതേപോലെ തന്നെ നമ്മൾ വെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ വേറെ വലിയ പാത്രത്തിൽ വെച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കൊണ്ടാണ് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല ചൂടോട് തന്നെ നമ്മൾ കുഴച്ചെടുക്കാൻ നോക്കണം. എങ്കിലാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പത്തിരി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ നമുക്കൊന്ന് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് പരത്താൻ അറിയുന്നവരാണ് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഇത്തിരി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പത്തിരി പ്രസ്സിൽ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പത്തിരി നമുക്ക് ചുട്ടെടുക്കാം. ഇല്ലയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൊടി തൂവിയിട്ട് നമുക്കൊന്ന് കുറച്ചുകൂടെ നൈസിൽ പരത്തിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെക്ക് പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് മുട്ടക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇത് കൂട്ടി കഴിക്കാൻ. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് നോമ്പിനെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് പത്തിരി. അപ്പോൾ നിങ്ങൾ ഇതുവരെയൊക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന തന്നെയാണ്, എങ്കിലും അറിയാത്തവരും കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു ഇഫ്താർ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.